വൃദ്ധരായ താപസ ദമ്പതികളെ പുത്രന്റെ മൃതദേഹത്തിനടുത്തേക്ക് രാജാവ് കൊണ്ടുപോകുന്നു. അറിയാതെ ചെയ്തുപോയ അപരാധബോധത്താൽ പീഡിതമായ മാനസികാവസ്ഥയിൽ തന്നെ ആ മൃതദേഹം ചുമക്കേണ്ടിയും വരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം നല്ലൊരു ചിത കൂട്ടി അതിൽ 3 പേരും പ്രവേശിച്ച് സ്വർഗം പൂകി. അവസാന സമയത്ത് വൃദ്ധതപോധനൻ പുത്രശോകത്താൽ മരിക്കുന്നു ശാപവും നൽകി. താപസവാക്യം സത്യമായി തീരുമെന്ന് വിലപിച്ച് ദശരഥ മഹാരാജാവ് ലോകത്തോട് വിട പറയുന്നു. ഇത്തമാകർണ്യ കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെ വീടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം പുത്രേണസാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വണിടിനാർ. വൃദ്ധതപോധനൻ അന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഹാ ഗുണാംബുജേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പൂക്കു സുരാലയം.